ചെമ്മണ്ണും തീപ്പരിയും എനിക്ക് കുറച്ച് ദാഹം തീർക്കുന്ന അനുഭവമാണ് പുറങ്കാലില് അല്ലേ? ജനന മരണ കർത്തൂരാണ് ഞാൻ കേട്ടുവാ. ജനനത്തിനും മരണത്തിനും ദാഹ്യം വഹിക്കുന്നതാണ് ഞാൻ അല്ലേ? എന്നെ കണ്ടവരാരും കണ്ടിട്ടില്ല, കൊണ്ടവരാരും കണ്ടിട്ടുമില്ല. ആവട്ടെ ഒക്കെ ആരും തിരുമേനി അതിനു മുമ്പ് ആദരമായിട്ട് യാഗശാല, യോഗശാല, ആസനശാല, ആസ്ഥാനശാല, മുല്ലപ്പൂ മണ്ഡപം, ഇന്ദ്രവേദം, മന്ത്രവേദം, ഭാഷാവേദം, ഭൂഷാവേദം, അരങ്ങി അണിയറ കലശാട്ടം, മൂലമണ്ണാരം, തെക്ക് തോരണങ്ങൾ, കൊടികൾ, പൂരങ്ങൾ, എന്നിങ്ങനെ ഇപ്പോൾ ഒരു അനവരതം രക്തസമുദ്രങ്ങളെ കൊണ്ട് എന്റെ ശ്രീ കൈലാസത്തിന് ശ്രീ മഹാദേവൻ ശോഭിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അന്ന് നിങ്ങളുടേതായിരിക്കുന്ന അർച്ചവാതിൽ തുറന്ന വാതിൽ ദീപം നിർത്തിപ്പോന്നു, ആരാധിച്ചു, വന്ദിച്ചു, കീർത്തിച്ചു, സ്തുതിച്ചു, തൊത്തഗോപുരത്തെ എറിഞ്ഞു, തൊത്തഗോപുരത്തെ പ്രാപിച്ചു, അഖിലാണ്ട ബ്രഹ്മാണ്ടത്തിൽ ജയിച്ചു, സായൂജ്യത്വം ക്ഷയിച്ചു. ധർമ്മം, നർത്തം, കാമം, മോക്ഷം എന്നിങ്ങനെ ഇരിപ്പോര് ചതുർവിധ പുരുഷാർത്ഥങ്ങളെ കൊണ്ട് വിപന്യാസം, കരന്യാസം, ഋഷിച്ചന്നസ് എന്നതായിരിക്കുന്ന ദേവതാ മൂലമന്ത്രങ്ങളെ കൊണ്ടും എന്നെ ചൈതന്യം ഇരുത്തിപ്പോയിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളുടേതായിരിക്കുന്ന ഈ പുണ്യഭൂമിയെങ്കില് മറ്റു മാർത്താണ്ടേനെ വൽപ്പാനായിരിക്കുന്ന ഒരു സമയത്തെങ്കില് അല്പമായിട്ട് ഞാനൊന്ന് ധരണിയിൽ പതിച്ചു ഊന്നിട്ടുണ്ടായിരുന്നു. അതേ പ്രകാരത്തെങ്കില് ഈ മത്സരം ഇന്ന് ഈ പുണ്യഭൂമിയെങ്കില് അല്പമായിട്ട് ലാള വാങ്ങി നിർമ്മിച്ചു പോരട്ടല്ലേ?